മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. അങ്ങനെ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ തന്നു എന്ന് വെച്ചാൽ പോലും ഒരു സമുദ്രത്തിൽ നിന്ന് മുക്കിയെടുത്ത സൂചി ഉണ്ടല്ലോ, ഒരു സമുദ്രത്തിൽ നിന്ന് കടലിൽ നിന്ന് മുക്കിയെടുത്ത സൂചി, ആ സൂചി അതിലെ വെള്ളം ഉണ്ടല്ലോ, ആ സൂചിമത്തെ വെള്ളം അതിങ്ങനെ ഒലിച്ചു ചേർക്കൂലേ, കുറച്ചേ ഉണ്ടാവുമല്ലോ, അത് ആ വെള്ളം ചുരുക്കുന്നത് പോലെയല്ലാതെ അത് ചുരുക്കൂല. അത്ര പോലും എനിക്കൊന്നും സംഭവിക്കൂല. കടലിൽ നിന്ന് ഒരു സൂചി മുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി ഇങ്ങനെ ഇറ്റിട്ട് വീണ് അവസാനത്തെ തുള്ളിയിട്ട് വീണ് കഴിഞ്ഞാലും എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ പോകുമോ? അത്രത്തോളൊന്നും എൻ്റെ റഹ്മത്തൊന്നും പോണില്ല, എൻ്റെ ഖജാവൊന്നും കാലിയാകില്ല മക്കളെ എന്ന് പുന്നാരപ്പൂ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. അത്രത്തോളം ഉണ്ട് റബ്ബിൻ്റെ ഖജനാവ്. അപ്പോൾ നമ്മൾ ആ ഖജനാവ് റബ്ബിനോട് നമുക്ക് തുറന്നുതരാൻ പറഞ്ഞൂടെ? റബ്ബിനോട് നമുക്ക് പറഞ്ഞൂടെ, റബ്ബെ എനിക്ക് കൊണ്ടാ, റബ്ബെ എനിക്ക് കൊണ്ടാ, ഞാൻ ഖജനാവിൻ്റെ വാതിൽ എന്നിലേക്ക് തുറക്ക് എന്ന് റബ്ബിനോട് നമുക്ക് ശാഠ്യം പിടിച്ച് നമുക്ക് തുറപ്പിച്ചൂടെ? അല്ലേ? ഓരോരുത്തർ കാണില്ല, നമുക്ക് പല പ്രയാസങ്ങൾ പറയുന്നില്ലേ? റബ്ബിൻ്റെ ഖജനാവ് വിശാലമല്ലേ? കടങ്ങൾ എന്ത് കടം? റബ്ബിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കട അതൊക്കെ റബ്ബ് എടുത്തറിയില്ലേ? റബ്ബിനോട് പറ, റബ്ബെ എൻ്റെ ഖജനാവിന് കുറച്ചും കൂടെ കൊണ്ടാ, നമ്മൾ കുടുങ്ങി കിടക്കുകയാണ്, ഇങ്ങോട്ട് കൊണ്ടാ, കടത്തിലാണ്, പറഞ്ഞൂടെ? തരില്ലേ? റബ്ബ് തരും. ചോദിക്കാൻ നമുക്ക് മടി അല്ലേ? ചോദിക്കാൻ നമുക്ക് സമയമല്ല. പിന്നെന്താ? നമുക്ക് അല്ലെങ്കിലേ സമയമില്ല, പിന്നെന്തിനാ സമയമുള്ളത്? റബ്ബിനോട് ചോദിച്ചു നോക്ക്, എങ്കിലല്ലേ റബ്ബ് തരിക. റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് സമയമില്ല, റബ്ബിനോട് നമ്മൾ ചോദിക്കണമില്ല, പിന്നെ എങ്ങനെ ഇത് കിട്ടും? ഇത് നമ്മളെ കുഴപ്പ, റബ്ബിന്റെ കുഴപ്പമില്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, ഉത്തരം ഞാൻ തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എപ്പത്തിന് ഈ ചോദിച്ചു ഉടനെ തരാന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല, എങ്ങനെ തരാന്നും പറഞ്ഞിട്ടില്ല. നീ ചോദിച്ചോ, ഉത്തരം ഞാൻ തരും എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കാത്ത ആരെ കുഴപ്പം? റബ്ബിന്റെ കുഴപ്പ അല്ല. പിന്നെ ആരെ കുഴപ്പ? നമ്മൾ ഓരോരുത്തരും കുഴപ്പ. നമ്മൾ ചോദിക്കാൻ തയ്യാറല്ല, റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറല്ല. റബ്ബിനോട് നമ്മൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാണില്ല, അതാണ് കുഴപ്പം. ചോദിക്കുക, നിസ്കാരപ്പായി ഇരുന്നിട്ട് നിങ്ങൾ ചോദിക്കും, നമുക്ക് അറബി അറിയില്ല, ദ്വാ അറിയില്ല. എന്ത് ദ്വാ അറിയില്ല? ദ്വാ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലല്ല, നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഇതുപോലെ റബ്ബിനോട് കാര്യങ്ങൾ പറയലും സംസാരിക്കലും റബ്ബിനോട് തേടലും അത് ദ്വാ ആണ്. റബ്ബിനോട് നമ്മൾ നമ്മുടെ സങ്കടം പറയൽ തന്നെയാണ് ദ്വാ. അത് ഇരുത്തത്തിലാകട്ടെ, നടത്തത്തിലാകട്ടെ, എവിടെ ആകട്ടെ, കടക്കുമ്പോഴാകട്ടെ, റബ്ബിനോട് ഇങ്ങനെ കാര്യം പറ, റബ്ബ് തരും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ അധികാര കൂട്ടത്തിൽ പിടിച്ചിട്ടെ. ആമീൻ.